ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഈ ഒരു വിഷയം അധികം ആരും ചർച്ച ചെയ്തത് കണ്ടിട്ടില്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എഞ്ചിനീയേഴ്സിന്റെ പങ്ക് എന്നുള്ള വിഷയമാണ്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഇസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എഞ്ചിനീയേഴ്സിന്റെ പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1857 മുതൽ 1947 വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവ് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടീഷുകാർക്ക് ഇത്രയും കാലം, അതായത് ഒരു 100 വർഷത്തിലധികം ഇന്ത്യയെ ഭരിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ബ്രിട്ടീഷുകാരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെക്നോളജിയേക്കാൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യമാണ് അല്ലേ, വലിയൊരു രാജ്യമാണ്. ആ ഒരു രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജി. അതിൽ എടുത്തു പറയേണ്ടത് അവരുടെ വെപ്പൺസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യക്കാരെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ത്യയെ കീഴടക്കാൻ പ്രാപ്തമായിട്ടുള്ള വെപ്പൺസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ എവിടേക്കുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ടെലഗ്രാഫ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യമല്ല ഭരിച്ചിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് ടെക്നോളജിയാണ് ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ടെക്നോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക പോലീസ് എന്ന് നമ്മൾ പറയാറുള്ളത് അമേരിക്കയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ്? അമേരിക്കയുടെ കയ്യിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസും അതേപോലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജിയും ഉള്ളത് കൊണ്ടാണ് ലോക പോലീസ് എന്ന് നമ്മൾ അമേരിക്കയെ പറയാറുള്ളത് അല്ലേ? അതേപോലെ തന്നെയായിരുന്നു ആ കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് ടെക്നോളജി എന്ന് പറയുന്നത് അത് ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ, അത്രയും ഉയർന്ന തലത്തിലുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കീഴടങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രീഡം ഫൈറ്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ഫ്രീഡം ഫൈറ്റിന് ഒരു കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീഡം ഫൈറ്റുകൾ നടക്കുന്ന അത്തരം ചെറിയ ചെറിയ കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഇതിനൊരു കേന്ദ്രീകൃത സ്വഭാവം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. എന്നാൽ പിൽക്കാലത്ത് അത്തരത്തിലുള്ള, അതായത് തുടക്ക കാലഘട്ടത്തിൽ നിന്ന് മാറി 1900-നൊക്കെ ശേഷമായ സമയത്ത് ഇത്തരത്തിലുള്ള ഫ്രീഡം ഫൈറ്റ് മൂവ്മെൻറ്റുകൾക്ക് ഒരു കേന്ദ്രീകൃത സ്വഭാവം വന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കേസ് നമ്മൾ, ഈ ഒരു സെനാരിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു വിഷയത്തെ, അതായത് ഫ്രീഡത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പ്രശ്നം ജനങ്ങളിലേക്ക് അറിയിക്കാൻ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. എന്നാൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് അന്ന് ടെക്നോളജി അല്പം പോലും വളർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. അവിടെയാണ് പ്രിൻറ്റിംഗ് പ്രസ്സുകളുടെ ഒരു ഉദയം എന്ന് പറയുന്നത്. അതായത് പ്രിൻറ്റിംഗ് പ്രസ്സിലൂടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചു. അതുവഴി ജനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചുള്ള ആ ഒരു പ്രാധാന്യം തിരിച്ചറിയുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേരാൻ അവർ തയ്യാറെടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരം പ്രിൻറ്റിംഗ് പ്രസ്സുകളിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ ബി.ടെക് മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രിയുള്ള ആളെയാണ് ബി.ടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മൾ പറയാം. അന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾ ആളുകളെ, ഇത്തരം ആളുകളെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ പേരിലല്ല നമ്മൾ അവരെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നുണ്ടാവുക. അവരുടെ സ്കില്ലിൻ്റെ ബേസിലാണ് ഞാൻ അവരെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. അത്തരം സ്കില്ല് ഒരിക്കലും അവരെവിടെയും പോയി പഠിക്കുന്നതല്ല, അവർ സ്വയമേ പഠിച്ചെടുക്കുന്ന സ്കില്ലാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന തലത്തിലുള്ള വെപ്പൺസും നമ്മുടെ കയ്യിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വെപ്പൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ളത്. അവരെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് വിളിക്കാം, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് വിളിക്കാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം. അപ്പോൾ ആ ഒരു മേഖലയിലും അവർ കൃത്യമായിട്ട് അവരുടെ ഇടപെടലുകൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം വികസിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് കടുപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതായത് രാജ്യത്തിന്
രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ എത്തിയ സമയത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1900 കൂടിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നിന്ന് കാണാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും ബ്രിട്ടീഷ് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ബദലായിട്ട് സ്വദേശീയമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് പിന്നീട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മില്ലുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ഫാക്ടറികൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന, അതായത് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ പതുക്കെ ചുവട് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിലുള്ള എൻജിനീയേഴ്സിൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റെയിൽവേ ശൃംഖലകളാണ്. കാര്യം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ റെയിൽവേ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ കൊളാപ്സ് ചെയ്യണം, അതേപോലെ തന്നെ ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കൊളാപ്സ് ചെയ്യണം. ഇതിനെല്ലാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ രാജ്യത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പാലങ്ങളും അതേപോലെ തന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും അവരുടെ ഒരു ഉദയം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ബ്രിട്ടീഷ് ടെക്നോളജിയോടുള്ള പോരാട്ടം കൂടിയാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ ഒരു ചരിത്ര കഥയിൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നതും ഈ ഒരു ടെക്നിക്കലി നമ്മൾ വിജയിച്ചിട്ടുള്ളത് കഥ കൂടിയാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ച ആളുകളാണ്. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പങ്കുകൂടി നമുക്ക് തീർച്ചയായിട്ടും പങ്കുവെക്കാം എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെയാണ് വിളിക്കുന്നതെങ്കിൽ മുൻകാലങ്ങളിൽ സ്കില്ലുള്ള ആളുകളെയാണ് നമ്മൾ എൻജിനീയർ എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി പുതിയൊരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു എൻജിനീയർ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളൊരു സ്കിൽഡ് എൻജിനീയർ ആണെങ്കിൽ മാത്രമേ പുതിയ കാലഘട്ടത്തിൽ പുതിയ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് സ്കില്ലിംഗ് മേഖലകളുണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻട്രിയിൽ ഒരുപാട് സ്കിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലിംഗ് കോഴ്സുകൾ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.